ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ദുരിതം വരുമ്പോൾ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരാളെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നത്. ഞാൻ വേറെ ആരെയും കാര്യമല്ല പറയുന്നത്, ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ. അതായത് അവിടെ വെള്ളം കയറി, പല സ്ഥലങ്ങളിലും വീടുകളിലൊക്കെ വെള്ളം കയറി ദുരിതത്തിൽ അനുഭവിക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നത്, രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ട് നിൽക്കുക. പല MLA മാരും അല്ലെങ്കിൽ ജനപ്രതിനിധികളും ഒക്കെ മുന്നിട്ട് നിന്ന് ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ നേരിട്ട് ഇതിലങ്ങ്, അതായത് ആരൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരൊപ്പം അങ്ങ് ഇറങ്ങുവാണ്, വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങുന്നു, വെള്ളത്തിൽ കൂടി നീന്തി പോകുന്നു, എന്നിട്ട് അവിടെ ആൾക്കാർ മാറ്റുന്നതിലൊക്കെ ഇതെടുക്കുന്നു. അപ്പൊ ഇതിനകത്ത് അങ്ങനെയുള്ള ഒരു വീഡിയോയുടെ അടിയിൽ വന്ന ഒരു കമന്റാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത്. അതെന്ന് വെച്ചാൽ ആ ഒരു കമന്റ് ഞാൻ പറയാം. ഇതാണ് നമുക്ക് പച്ചയ്ക്ക് വിളിക്കാം തന്തയ്ക്ക് പിറന്നവൻ എന്നുള്ളത്. കാരണം ഉമ്മൻചാണ്ടിയുടെ അതേപോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള പ്രവർത്തനം, അതാണ് ചാണ്ടി ഉമ്മനും നടത്തുന്നതിനുള്ള അങ്ങനെ ഒരു കമന്റ് അതിനകത്ത് കണ്ടു. വേറെ കുറെ കമന്റുകളുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഒരു ആവേശമാണ് ശരിക്കും പറഞ്ഞത്. കാരണം അവരിങ്ങനെ പുറത്തുനിന്ന് ഒരാൾ നോക്കി നിൽക്കുന്ന രീതിയല്ല, നേരിട്ട് ഒരാളും കൂടെ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അത് വേറൊരു ഇത് തന്നെയാണല്ലോ തോന്നുന്നത്. അപ്പൊ ഇതിന്റെ ഇടയൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുക, കാരണം വേറെ അവർക്കെതിരെ ട്രോളുക. കാരണം കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടത് എന്താണ്, ആദ്യ ദിവസം മമ്മൂട്ടി ഫാൻസിന് വേണ്ടിയിട്ട് അമരത്തിലെ മമ്മൂട്ടിയായിട്ട് വന്നു, മോഹൻലാൽ വെള്ളത്തിൽ ചാടി മോഹൻലാൽ ഫാൻസിന് വേണ്ടിയിട്ട് നരന്റെ രൂപത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോൾ ചെയ്യുന്നു. അങ്ങനെ അത് മാത്രമല്ല, അവിടെ എത്തിയില്ല, രക്ഷാപ്രവർത്തനം അവിടെ എത്തിയില്ല, മറ്റേത് ദുരിതാശ്വാസ ക്യാമ്പിൽ സാധനങ്ങൾ എത്തിച്ചില്ല എന്നുള്ള ഒരു ആരോപണമൊക്കെയാണ് LDF-കാർ അതിൻ്റെ ഇടയ്ക്ക് രംഗത്ത് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇതൊക്കെ കണ്ടിട്ട് വിറളി പിടിച്ചിരിക്കുകയായിരുന്നു. അല്ല, ഇതിന്റെ അകത്ത് ആദ്യം പറയേണ്ടത് LDF-കാർ നിരന്തരമായി പറയുന്ന ഒരു കാര്യമുണ്ട്, സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട്, പല ക്യാമ്പുകളിലും ആഹാരം എത്തിക്കാൻ കഴിയുന്നില്ല, മരുന്നുകൾ എത്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ ആഹാരം എത്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പരാതി പറയല്ല ചെയ്യേണ്ടത്. LDF-ന് അല്ലെങ്കിൽ CPM-നൊക്കെ സംഘടനകളുണ്ടല്ലോ, അവർക്ക് അവിടെ ആഹാരം എത്തിക്കും. ഇപ്പൊ ഒരിക്കലും സർക്കാർ പറയില്ല നിങ്ങൾ ആഹാരമോ അല്ലെങ്കിൽ വസ്ത്രമോ ഒന്നും ഇവിടെ എത്തിക്കാൻ പാടില്ല. വിമർശിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റും, ഞാൻ വിമർശിക്കുന്നതിന് മുൻപ് എനിക്ക് എന്താണോ അവിടെ ചെയ്യാൻ പറ്റുക അത് ഞാൻ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ നന്നായി വർക്ക് ചെയ്യുന്ന MLA-മാരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും ഒന്നും ഇറക്കി വിടാതിരിക്കുക. അതാണ് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ദുരന്ത മുഖത്ത് ഏറ്റവും മര്യാദപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യം, അല്ലെങ്കിൽ രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത് അതാണ്. പിന്നെ മറുവശത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രോൾ ആയിക്കൊണ്ടിരിക്കുന്ന ചാണ്ടി ഉമ്മനാണ്. നമ്മൾ Instagram ഒക്കെ എടുത്താൽ ഒരു 6-7 കാർഡ് ചാണ്ടി ഉമ്മനെതിരെ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനെ ട്രോളിക്കൊണ്ട് തന്നെ ഉണ്ടാകും. അതെന്താ വെച്ചാൽ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക, കാരണം നേരിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാൾക്കോട് ഇവിടെ പുറത്തിരുന്നിട്ട് ട്രോളുകയോ ആരോപണം ഉന്നയിക്കുകയും അങ്ങനെയല്ലേ പറ്റുള്ളൂ. അതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അന്തം കമ്മികളായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ മാത്രമേ കഴിയൂ. അതിൽ വരുന്ന ഏറ്റവും കൂടുതൽ വന്ന കമന്റുകളാണ് ഇതൊക്കെ. സഖാക്കൾ ഉണർന്നു, ഇനി അവർ കുറച്ചു സമയം ഉറങ്ങട്ടെ, അല്ലെങ്കിൽ ഇയാൾ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്, അയാളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ചാണ്ടി ഉമ്മൻ അനുകൂലമായിട്ടാണ് അല്ലേ? കമന്റുകളെല്ലാം ഏകദേശം എല്ലാ കമന്റുകളും ചാണ്ടി ഉമ്മൻ അനുകൂലമായിട്ടാണ്. എന്നാൽ എന്നിരുന്നാൽ പോലും സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ചാണ്ടി ഉമ്മനെതിരെ ട്രോളുകൾ നിരന്തരമായി വരികയാണ്. പക്ഷെ ആ ട്രോളുകളെ ഒന്നും ചാണ്ടി ഉമ്മനെ ബാധിക്കാൻ പോകുന്നില്ല. കാര്യം അത് ഉമ്മൻചാണ്ടിയുടെ മകൻ, അവരോട് കിടന്ന് പറയും ഞാൻ ചെയ്യാനുള്ളത് ചെയ്യുമെന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ചാണ്ടി ഉമ്മൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ പരിഹസിക്കുന്നവരോട് അല്ലെങ്കിൽ പരിഹസിക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, അദ്ദേഹം മോശമായി ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം സ്ത്രീകളോട് മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ഒരു ദുരന്തം വന്നപ്പോൾ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയോ സംസ്ഥാനത്തിന്റെ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടുന്ന തരത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് ഇപ്പൊ ഒരാളെ വെള്ളത്തിലേക്ക് കയറ്റുന്നതാണെങ്കിൽ അത് ഇനിയിപ്പോ നീന്തിപ്പോയി സഹായിക്കാൻ കാര്യം രക്ഷാപ്രവർത്തനത്തിന് വന്ന യുവാക്കളും രക്ഷാപ്രവർത്തനത്തിന് വന്ന ആളുകളും ചെയ്യുന്നത് എന്തോ അതിൽ എനിക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം നോക്കി നിന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്നല്ല പറയുന്നത്, എനിക്കത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് നീന്താൻ അറിയാം അതുകൊണ്ട് ഞാനും അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ എല്ലാവരും മാതൃകയാക്കേണ്ടതാണ്. ചാണ്ടി ഉമ്മനെ ഞാൻ മനസ്സിലാക്കി വെച്ചു, പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ പുതുപ്പള്ളിയിലെ കമ്മികൾക്ക് ഭയം ചാണ്ടി ഉമ്മനോടാണെന്ന് പറയേണ്ടി വരും. അത് നമ്മൾ അദ്ദേഹം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മരിച്ച സമയത്തുള്ള തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ പോലെ ഇരിക്കുന്നു, ഉമ്മൻചാണ്ടിയെ പോലെ നടക്കുന്നു, സഹതാപ തരംഗത്തിൽ മാത്രമേ ചാണ്ടിയുമ്മൻ ജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ജയിക്കില്ല എന്ന് പറയുന്നു. സഹതാപ തരംഗത്തിൽ തന്നെ ഞാനും പറയുന്നു, ചിലപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ അത്രയും വലിയൊരു വിജയം ചാണ്ടിക്ക് കിട്ടിയത്
അപ്പ മരിച്ച ഒരു ഗ്യാപ്പിൽ ഉമ്മൻചാണ്ടിയോടുള്ള വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പമൊക്കെ കൊണ്ട് പുതുപ്പള്ളിയിൽ നിന്ന് ജയിക്കുന്നു. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറഞ്ഞൊരു കാര്യം, സാധാരണക്കാരായ ജനങ്ങൾ പോലും പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രചരണം ചാണ്ടിയുമ്മനെ പോലെ എല്ലാ MLA അല്ലെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും ചാണ്ടിയെ പോലെ പ്രചരണം നടത്താൻ തയ്യാറാകണം. തനിക്ക് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ചെലവാകുന്ന ഒരു പണം അല്ലെങ്കിൽ ഒരു തുക മാറ്റി കൊട്ടിക്കലാശം പോലെ എനിക്ക് വേണ്ട എന്ന് പറയുക. മാക്സിമം വീടുകളിലേക്ക് സൈക്കിളുമായി പോയി കയറിയ ചാണ്ടിയെ കൊണ്ട്, ചാണ്ടി എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു കേരള രാഷ്ട്രീയം ഇന്ന് കോൺഗ്രസിലില്ല. ഒരു ദിവസം ഉമ്മൻചാണ്ടിയുടെ പേര് എവിടെയെങ്കിലും പറയാതെ ഏതെങ്കിലും, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും എവിടെയെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പേര് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പറയുമെന്ന രീതിയിലേക്ക് ഉമ്മൻചാണ്ടി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, മറുവശത്ത് യുവാവായ ചാണ്ടിയുമ്മൻ മറ്റൊരു രീതിയിൽ അപ്പയുടെ മകനാണ് എന്ന് പറയുമ്പോൾ പോലും അപ്പയുടെ അതേ ശൈലി മുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് സംശയം. അല്ല, അപ്പയുടെ ഒരു ശൈലിയൊന്നും ചാണ്ടിയുമ്മൻ പൂർണ്ണമായി ഫോളോ ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം പല രീതിയിൽ ശൈലിയിലൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്. വേറൊരു ശൈലിയാണ്, വേറൊരു ശൈലിയാണ്. അതെ, ജനങ്ങൾക്ക് ചാണ്ടിയുമ്മനെ ഭയങ്കര ഇഷ്ടമാണ്. പല ആളുകളും അദ്ദേഹത്തിനെ മന്ത്രിയാക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പല ആളുകളും വന്ന് കണ്ടിട്ട് പറയുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായി വിഷമമായി മോൻ മന്ത്രിയാകുമെന്ന് കരുതി എന്ന് പറയുന്നു. അപ്പൊ മോനെന്ന് ആദ്യം വിളിച്ചതൊക്കെ പല ആളുകളും ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നതും അല്ലെങ്കിൽ ചാണ്ടിക്ക് വേണ്ടി സംസാരിക്കുന്നതും ചാണ്ടി ഉമ്മൻ എന്ന MLA സ്നേഹമാണ്. മറുവശത്ത് ഒന്ന് ചിന്തിക്കണം, വെറും MLA മാത്രമാണ്, പുതുപ്പള്ളിയിലെ വെറും MLA മാത്രമാണ് ചാണ്ടിയുമ്മൻ, ഒരു മന്ത്രി പോലും അല്ലാത്ത ചാണ്ടിയുമ്മനെ ഇത്രത്തോളം ഇവർ ഭയക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം ഒരു മന്ത്രി കൂടി ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഈ സഖാക്കളുടെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളെ വിമർശിക്കുന്നതോ അല്ലെ ആരോപിക്കണോ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ ഈ ചാണ്ടിയുമ്മൻ അരക്കൊപ്പം വെള്ളത്തില് നടന്നു പോകുന്നു, അല്ലെങ്കിൽ പിന്നെ തോണിയിൽ നീന്തിയിട്ട് പോകുന്നു, ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളിൽ പോയിട്ടുള്ള ആൾക്കാരെ, ഒരു പ്രായമുള്ള ആൾക്കാരൊക്കെ എടുത്തു പൊക്കി തോണിയിലാക്കിയിട്ട് കൊണ്ടുപോവാണ്. ഇതൊക്കെയാണ് കാണുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും അങ്ങനെ പോവാതെ ഒന്നും കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇവര് പറയുന്നത് PR-ന് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, PR-ന് വേണ്ടി ആണെങ്കിൽ കൂടി ചാണ്ടിയുമ്മൻ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്, ആളുകളെ സഹായിക്കുന്നുണ്ട്. ഈ എല്ലാ കാര്യങ്ങളെയും മാത്രമല്ലല്ലോ, അതാണ് എല്ലാ കാര്യങ്ങളെയും PR കണ്ണിൽ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ഇതെല്ലാം PR ആണെങ്കിൽ അങ്ങനെയുള്ളവർ ചെയ്യട്ടെ. അത് മാത്രമല്ല, മറ്റുള്ളവർ ഇങ്ങനെ PR-ന് വേണ്ടിട്ടെങ്കിലും എങ്ങനെയെങ്കിലും ഇറങ്ങട്ടെ. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല PR എന്ന് പറയുന്നത് ചാണ്ടിയുമ്മന്റേതാണല്ലോ. കാര്യം ചാണ്ടിയുമ്മൻ എന്ത് ചെയ്താലും അവിടെ ശ്രദ്ധ കൊണ്ടുവരാൻ, മുഖ്യധാരാ മാധ്യമങ്ങളെ അടക്കം അവിടേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചാണ്ടിയുമ്മന്റെ ടാലന്റ് തന്നെയാണ്. അതിവരും ഫോളോ ചെയ്യട്ടെ. നല്ല കാര്യം ആര് ചെയ്താലും നമുക്ക് അംഗീകരിക്കാമല്ലോ. ഇപ്പൊ അതിപ്പോ CPM-കാർ ചെയ്യട്ടെ, CPI-കാർ ചെയ്യട്ടെ, കോൺഗ്രസ്സുകാർ, ബാക്കിയുള്ളവരും ചെയ്യട്ടെ. ഞാൻ പറയുന്നത് ഇത്തരം യുവ നേതാക്കളെ, യുവ MLA-മാരെയൊക്കെ മാതൃകയാക്കേണ്ട രീതിയിലേക്ക്, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് മുതിർന്ന നേതാക്കളോട് പോലും പറയാൻ പറ്റും, ഞങ്ങളെ MLA വേണമെങ്കിൽ പുതുപ്പള്ളിക്കാർക്ക് ഇപ്പൊ പറയാം, ഞങ്ങളെ MLA കണ്ടു പഠിക്കുക, ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അവിടെ എത്രത്തോളം പണം നൽകാൻ കഴിയുമെന്നുള്ളതോ അല്ലെങ്കിൽ എന്തൊക്കെ സേവനങ്ങൾ അവിടെ ചെയ്യാൻ കഴിയുന്നില്ല. ആദ്യം വേണ്ടത്, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സർക്കാരും ജനപ്രതിനിധികളും ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് ജനങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ കാര്യത്തിൽ ചാണ്ടിയുമ്മൻ 100% വിജയം തന്നെയാണ്. ഇപ്പൊ ചാണ്ടിയുമ്മനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവരെ കൂടെ ചേർത്ത് പറയാവുന്ന ഒരാളാണ് അബിൻ വർക്കി. അബിൻ വർക്കിയും ഇതേ തരത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. എല്ലായിടത്തും സജീവമായിട്ടുണ്ടായിരുന്നു. വെള്ളം കയറിയ വീടുകളിലൊക്കെ എത്തി നേരിട്ട് അവരെ ഒഴിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തി തിരിച്ചു വരുന്ന വഴിയിൽ അബിൻ വർക്കിയുടെ വാഹനം മറ്റൊരു വാഹനവുമായിട്ട് കൂട്ടിയിടിച്ച് അപകടത്തിൽ വന്നു. കൈക്കും ഒക്കെ പരിക്കുണ്ടെന്ന് അറിയുന്നു. എന്തായാലും ഒരു സങ്കടമുള്ള കാര്യമാണ്. സജീവമായിട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. എന്തായാലും ചാണ്ടിയുമ്മന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അബിൻ വർക്കിയോട് ചേർത്ത് പറയേണ്ട ഒരു ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടുവരികയായിരുന്നു. അല്ല, ഇനിയിപ്പോ ഇതിന്റെ അകത്ത് പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിക്കേണ്ട സമയമല്ല. അതിപ്പോ CPM ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും. പിന്നെ സൈബർ ലോകത്ത് ഇത്തരം ട്രോളുകൾ ഉണ്ടാക്കി സമയം കളയരുത് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ, അത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് അത് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. ഇതിനൊക്കെ അപ്പുറത്തേക്ക് MLA അല്ലാത്ത, മെമ്പർ അല്ലാത്ത, ഈ പറയുന്ന പോലെ രാഷ്ട്രീയ പശ്ചാത്തലം ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലം പോലും ഇല്ലാത്ത ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ട്. അവരെയും നമ്മൾ കാണാതെ പോകരുത്. ഇവരൊക്കെ MLA-മാരായതുകൊണ്ടും MP-മാരായതുകൊണ്ടും മന്ത്രിമാരായതുകൊണ്ടും മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ കൂടി മാനിക്കണം. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പല ആളുകളെ ട്രോളുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ അവരെ കൂടിയാണ് അപമാനിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും.